ഹോർമൂസിലെ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾ വീണ്ടും ഉയരുകയാണ്. ഇറാനുമായി അന്തിമ ധാരണയിലെത്തുന്നതിൽ വലിയ പുരോഗതി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പുതിയ തീരുമാനം. എന്നാൽ ഇറാന് മേലുള്ള ഉപരോധം തുടരുമെന്നും നിലവിലെ പിന്മാറ്റം താൽക്കാലികം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന ചരക്കു കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനായി US നേവി ആരംഭിച്ച ദൗത്യമാണ് പ്രൊജക്ട് ഫ്രീഡം. ഇറാൻ ഈ പ്രദേശം ഭാഗികമായി ഉപരോധിച്ചതോടെ ആയിരക്കണക്കിന് കപ്പലുകളാണ് ഇവിടെ കുടുങ്ങിയത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും ഇറാനുമായുള്ള കരാർ ചർച്ചകളിലെ പുരോഗതി കണക്കിലെടുത്തുമാണ് സൈനിക നീക്കം നിർത്തിവെക്കുന്നത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. ഹോർമൂസിലെ സൈനിക നടപടികൾ നിർത്തിയെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് എതിരെയുള്ള USന്റെ സാമ്പത്തിക ഉപരോധം ശക്തമായി തുടരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു കരാർ ഒപ്പിടാൻ കഴിയുമോ എന്ന് നോക്കാമെന്നാണ് ട്രംപ് പറയുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ ഗൾഫ് മേഖലയിൽ തങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഭൂപടം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾ തങ്ങൾ നിശ്ചയിച്ച പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്നും അല്ലാത്ത പക്ഷം കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് അമേരിക്കയും രംഗത്തെത്തി. ഇറാനെതിരെയുള്ള US ഇസ്രായേൽ സംയുക്ത നീക്കമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഇങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വെടിവെക്കില്ല എന്ന നയം വ്യക്തമാക്കിയ റൂബിയോ ഹോർമൂസിലെ ഇറാന്റെ നടപടികൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. ഇറാൻ ഹോർമൂസ് അടച്ചതിനാൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയ വാണിജ്യ കപ്പലുകളെ രക്ഷിക്കാനാണ് US പ്രൊജക്ട് ഫ്രീഡം ആരംഭിച്ചത്. ഇതിന് ബദലായി ഇറാൻ UAEയിലെ ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനം എത്തുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ പിന്മാറ്റത്തെ തങ്ങളുടെ വിജയമായാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ നിരവധി ബോട്ടുകളും മിസൈലുകളും ഡ്രോണുകളും US സൈന്യം തകർത്തതായും മേഖലയിലൂടെ പോയ ഒരു വാണിജ്യ കപ്പലിന് നേരെ അജ്ഞാത വസ്തു പതിച്ച് ആക്രമണമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്.